നമുക്കൊന്ന് ഫുഡ് ട്രക്ക് എക്സ്പീരിയൻസ് ചെയ്താലോ? ഞാൻ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ഫുഡ് ട്രക്ക് ട്രൈ ചെയ്തിട്ടുള്ളതാ ഈ ഒരു ഷോപ്പിൽ നിന്നാണ്. ഇതിൻ്റെ പേര് UFO എന്നാണ്. ഇവിടെ കോട്ടയിൽ ഓൾമോസ്റ്റ് ഇതൊരു ട്രാവലിംഗ് ട്രക്ക് പോലെ ആയിരുന്നു. ഇപ്പം അവർ ഒരു പ്ലേസ്മെൻറ്റ് കറക്റ്റായിട്ട് കൊടുത്തിട്ട് ഇപ്പം അവിടെ മാത്രമാണ് അവരുടെ സെയിൽസ് ഉള്ളത്. സോ നമ്മൾ എന്താണെങ്കിലും അവിടെ പോയി ട്രൈ ചെയ്തത് അവരുടെ ഡബിൾ ചീസ് സാൻഡ്വിച്ച് ആയിരുന്നു. ഞാൻ ഏത് കടയിൽ പോയാലും ആദ്യം ട്രൈ ചെയ്യുന്നൊരു സാധനം സാൻഡ്വിച്ചാണ്. കാരണം ബേസിക് ഒരു സാധനമാണ് സാൻഡ്വിച്ച് എന്നുള്ളത്. സോ അത് നന്നായിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള സാധനങ്ങളും നന്നാകും എന്നുള്ളതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. ഫ്രഞ്ച് ഫ്രൈസും സാൻഡ്വിച്ചുമാണ് എൻ്റെ ഒരു ബേസിക്. ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ ഇത് മതിയല്ലോ. സോ എനിക്കതാണെങ്കിൽ സാൻഡ്വിച്ച് ഭയങ്കര ഇഷ്ടമായി. നല്ല ചീസൊക്കെയുള്ള ഡബിൾ ചീസായിട്ടുള്ള സാൻഡ്വിച്ചായിരുന്നു. പക്ഷേ എനിക്ക് ഫ്രഞ്ച് ഫ്രൈസ് തീരെ ഇഷ്ടമായിട്ടില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസ് നമ്മുടെ കോൺഫ്ലവറിൽ ഇങ്ങനെ കോട്ട് ചെയ്തിട്ടായിരുന്നു അവർ ഫ്രൈ ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ വലിയ ഇഷ്ടമൊന്നും ആയിട്ടില്ല. കാരണം അവിടെ ആ ഒരു ഒനിയനല്ലല്ലോ, ഉരുളക്കിഴങ്ങല്ലേ, ഉരുളക്കിഴങ്ങിൻ്റെ ഫ്ലേവേഴ്സ് തീരെ രസമുണ്ടായിരുന്നില്ല. ആ ഒരു കാരണം കൊണ്ട് തന്നെ. പിന്നെ നമ്മൾ ട്രൈ ചെയ്തത് ഫ്രൈഡ് മോമോസ് ആയിരുന്നു ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി മോമോസ് ആയിരുന്നു. അവരുടെ സ്റ്റീം മോമോസ്, പനീർ മോമോസ് ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇത് ആദ്യത്തെ ടൈമായിരുന്നു ഫ്രൈഡ് മോമോസ് ട്രൈ ചെയ്യുന്നത്. സോ നല്ല അടിപൊളി ഫ്രൈഡ് മോമോസ് ആയിരുന്നു. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലും ഒരു റൂഫ് ടോപ്പ് പോലത്തെ സംഭവങ്ങളുണ്ട്, അവിടെ പോയി കയറി നോക്കിയിരുന്നു. നല്ലതായിരുന്നു, കുഴപ്പമില്ല. ഒരു പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ഒരു അടിപൊളി എൻവയൺമെൻറ്റൊക്കെ ആയിരുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും ഫുഡ് ട്രക്ക് ഇങ്ങനത്തെ ട്രൈ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പറയണം. എന്താണെങ്കിലും നമുക്കൊരു പുതിയ വീഡിയോയിൽ കാണാം. സോ അതുവരേക്കും ടാറ്റാ.